നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോവുക ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ മോഡ്യൂൾ 4 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. നമുക്ക് ആദ്യം സിലബസ് നോക്കാം. സിലബസിൽ നമുക്ക് ആദ്യം ക്വാളിറ്റി പ്ലാനിങ്, SWOT അനാലിസിസ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, സ്ട്രാറ്റജിക് ഗ്രിഡ്, ഓർഗനൈസേഷണൽ കൾച്ചർ, ടോട്ടൽ ക്വാളിറ്റി കൾച്ചർ, ദെൻ ലാസ്റ്റ് ക്വാളിറ്റി ഫങ്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വാളിറ്റി പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ആദ്യം ISO 9000 ഡെഫിനേഷൻ വായിക്കാം. ദ ISO 9000 ഡെഫിനേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ക്വാളിറ്റി പ്ലാനിങ് ഈസ് പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഫോക്കസ്ഡ് ഓൺ സെറ്റിംഗ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്പെസിഫൈങ് നെസസറി ഓപ്പറേഷണൽ പ്രോസസ് ആൻഡ് റിലേറ്റഡ് റിസോഴ്സസ് ടു ഫുൾഫിൽ ദ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ക്വാളിറ്റി പ്ലാനിങ്, നമ്മൾ ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടത് അൾട്ടിമേറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കമ്പനിയിലെ ഓരോ കാര്യങ്ങളും ബെസ്റ്റ് രീതിയിൽ നടന്നാലേ പറ്റൂ. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു മാനേജീരിയൽ സിസ്റ്റം നമ്മുടെ എൻ്റയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നെങ്കിലേ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇറക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. എന്തിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നു? നല്ല ക്വാളിറ്റി ലഭിക്കാൻ വേണ്ടി കമ്പനിയിലെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഉദാഹരണം ഡിസൈൻ സെക്ഷൻ ആണെങ്കിൽ ഡിസൈൻ സെക്ഷനിൽ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ബെസ്റ്റ് ഡിസൈനുകൾ അല്ലെങ്കിൽ ബെസ്റ്റ് ഔട്ട്പുട്ട് ഡിസൈൻ സെക്ഷനിൽ നിന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഡിസൈൻ സെക്ഷൻ ടോപ്പ് ലെവലിലേക്ക് മാറുന്ന ലെവലിലുള്ള ഒരു പ്ലാനിങ് സെറ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ പ്രോസസ്സ് ആയിക്കോട്ടെ, അപ്പോൾ കമ്പനിയിൽ നടക്കുന്ന ഓരോ സിസ്റ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ടോപ്പ് ലെവലിലേക്ക് മാറുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ക്വാളിറ്റി പ്ലാനിങ്. എന്തിനാ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത്? കാരണം പ്ലാൻ ചെയ്യുന്ന കാര്യമേ ആക്ച്വൽ ഫേസിൽ റൺ ചെയ്യത്തുള്ളൂ. എങ്കിലേ നമുക്ക് ആക്ച്വൽ ഫേസിൽ റൺ ചെയ്യുമ്പോൾ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് ഔട്ട് നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായ ഒരു പ്ലാനിങ് ആവശ്യമാണ്. ഓരോ സ്ഥലത്തും എന്ത് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, അത് ഒരു കമ്പനിയിലെ പല പല ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഇനി ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ ആയിക്കോട്ടെ, തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാനിങ് ഉണ്ടാവണം. ആ പ്ലാനിങ്ങിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് സഞ്ചരിക്കുക. അപ്പോൾ ആ പ്ലാനിങ്ങിൽ തന്നെ കമ്പനിക്ക് ഒരു വിഷൻ ഉണ്ടാവണം. അതായത് നമ്മുടെ പ്രോഡക്റ്റ് ഈ ലെവലിലേക്ക് എത്തണം, നമ്മുടെ കമ്പനി ഈ ലെവലിലേക്ക് എത്തണം. അപ്പോൾ ആ കമ്പനിക്ക് ഒരു വിഷൻ ഉണ്ട്, ടോപ്പ് ആകണം എന്നുള്ള വിഷൻ. ആ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആണ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ്സ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് പ്രോസസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്കേഴ്സ് ചെയ്യുന്ന ഓരോ വർക്കുകളായിക്കോട്ടെ, ഇതെല്ലാം ബെസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കുക. വർക്കേഴ്സ് കൊടുക്കുന്ന ട്രെയിനിങ് ആയിക്കോട്ടെ, ഇനി അതല്ല എങ്കിൽ നമ്മൾ പഠിച്ച 5S ആയിക്കോട്ടെ, തുടങ്ങി ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസുകളെല്ലാം റൺ ചെയ്യുന്ന കേസുകളൊക്കെ അതെല്ലാം ഏറ്റവും ബെസ്റ്റ് ലെവലിൽ നടന്നാൽ മാത്രമേ നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കമ്പനിയുടെ വിഷൻ എന്താണോ ആ ലെവലിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ആ ലെവലിലേക്ക് കമ്പനിക്ക് എത്തണമെങ്കിൽ ആ ലെവലിലുള്ള കാര്യങ്ങൾ കമ്പനിയിൽ നടക്കണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി പ്ലാനിങ് ഫേസിൽ സംഭവിക്കുക. The next point വായിക്കാം. Juran goes further than this and defines quality planning as the activity of establishing quality goals and developing products and process required to meet those goals. അപ്പോൾ അതാ നമുക്കൊരു സ്വപ്നമുണ്ട്, നമുക്കൊരു അച്ചീവ് ചെയ്യേണ്ട ഒരു പീക്കുണ്ട്. ആ ലെവലിൽ എത്തിച്ചേരണമെങ്കിൽ ആ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യണം. ആ ലെവലിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ അതിനു വേണ്ട പ്ലാനിങ് നമ്മൾ ചെയ്തു വെക്കണം. ഇനി 2 ലെവൽസ് ഓഫ് പ്ലാനിങ് ഉണ്ട്, സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്. സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് എസ്റ്റാബ്ലിഷിംഗ് ദ ലോങ് റേഞ്ച് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ, its vision, mission, values and means to reach those goals. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതായത് കമ്പനിയുടെ
ഒരടിസ്ഥാനം, കമ്പനിയുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് അത് സെറ്റ് ചെയ്യുക. അതായത് ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കമ്പനി വർക്ക് ചെയ്യാനുള്ള ഒരു വിഷൻ, അല്ലെങ്കിൽ അതിന് വേണ്ട മിഷൻ വാല്യൂസ് തുടങ്ങിയ ഒരു കൾച്ചർ. ഉദാഹരണം, ഒരു ഫാമിലി എങ്ങനെയാണോ നല്ല രീതിയിൽ വളർന്നു വരിക, അപ്പോൾ അതിലൊരു ബേസിക് അടിസ്ഥാനം ഉണ്ടാകണം. ഒരു നല്ല കൾച്ചറിൽ വളർന്നു വരണമെങ്കിൽ എന്ന് പറയുന്ന രീതിയിൽ കമ്പനി ഒരു നല്ല ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് വരാൻ വേണ്ട ലെവലിൽ പ്ലാൻ ചെയ്യുന്നു. അത് ലോങ് ടൈം ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. അതായത് ആദ്യം പ്ലാൻ ചെയ്യുന്നത് സസ്റ്റെയിൻ ചെയ്തേ പോകണം. ഇനി അവത്തിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ. അവത്തിൽ നിന്ന് ഒരിക്കലും താഴെ പോകത്തില്ല. അപ്പോൾ ആ ലെവലിലേക്ക് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ വരുന്ന പ്ലാനിങ് ആണ് വിഷനും മിഷനും. വിഷനാണെങ്കിലും മിഷനാണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യണം, ടോപ്പിലേക്ക് എത്തണം എന്നതിലാണ് വിഷൻ സൂചിപ്പിക്കുക. ആ ടോപ്പിൽ എത്തിച്ചേരാൻ ചെയ്യുന്ന ഓരോ പ്രോസസ്സുകളുമാണ് മിഷൻ സൂചിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ആ മിഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അപ്പോൾ അത്തരത്തിൽ സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ്ങിൽ നമ്മുടെ സിസ്റ്റം, അതായത് നമ്മുടെ സിസ്റ്റം ആദ്യം എങ്ങനെ ആവണം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാവണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെ പോകണം എന്നതിന് ഒരു ചെറിയ രൂപരേഖ, അതായത് നമ്മളൊരു ലോങ് റേഞ്ചിലേക്ക് റൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ എൻ്റയർ അപ്രോച്ച് എന്നുള്ളതിന് ഒരു പ്ലാൻ കൊടുക്കുകയാണ് സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ്. ഇനി ഓപ്പറേഷണൽ ക്വാളിറ്റി പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് എസ്റ്റാബ്ലിഷിംഗ് പ്രോഡക്റ്റ് ഗോൾസ് ആൻഡ് മീൻസ് ടു റീച്ച് ദോസ് ഗോൾസ്. അതായത് ഓപ്പറേഷണൽ ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ നേരത്ത് അത് ബെസ്റ്റ് ക്വാളിറ്റി ചെയ്തെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്പറേഷണൽ ക്വാളിറ്റി പ്ലാനിങ്. ഇനി ഈ ക്വാളിറ്റി പ്ലാനിങ് കൊണ്ട് അതിലുള്ള ആക്ടിവിറ്റീസ്, എന്തിനാണ് ഈ ക്വാളിറ്റി പ്ലാനിങ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, എസ്റ്റാബ്ലിഷ് ഗോൾസ്. അതാണ് ഈ പറയുന്നത് വാട്ട് ഇറ്റ് ഈസ് യു വാണ്ട് ടു അച്ചീവ്. നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഗോള്, അതാണ് നമ്മുടെ വിഷൻ. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ പോകുന്ന രീതിയിൽ പോയിട്ട് കാര്യമില്ല, ബെസ്റ്റ് ലെവലിൽ പോകണം. അപ്പോൾ ബെസ്റ്റ് ലെവലിൽ പോകണമെങ്കിൽ ബെസ്റ്റ് ലെവലിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അവിടെയാണ് ക്വാളിറ്റി പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. ദെൻ നെക്സ്റ്റ് പോയിന്റ് വായിക്കാം, ഐഡൻറ്റിഫൈ ഹൂ ഈസ് ഇമ്പാക്റ്റഡ് ബൈ ദീസ് ഗോൾസ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഇറക്കുന്നത് ആർക്കു വേണ്ടിയാണ്, അവർക്ക് എത്ര ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ഇറക്കണം, അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ള കാര്യങ്ങൾ. മാത്രമല്ല നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അത് കസ്റ്റമറിന് വേണ്ടിയാണ്. ഇനി കസ്റ്റമർ ഇത് വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, അത് കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അവർക്കാണ് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുക. സോ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നു, അൾട്ടിമേറ്റ് ആയിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി ആവുന്നു, അവർക്ക് വേണ്ട പ്രോഫിറ്റും കിട്ടുന്നു. അപ്പോൾ അത്തരത്തിൽ രണ്ടു പേർക്കും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അത് ബെസ്റ്റ് ക്വാളിറ്റി പ്ലാനിങ്ങിലൂടെ മാത്രമേ അത് സാധിക്കൂ. അപ്പോൾ ആ ബെസ്റ്റ് ക്വാളിറ്റി പ്ലാനിങ്ങിൽ ഉണ്ടാവണം നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെ, അവരെ എങ്ങനെ ഹാപ്പി ആക്കണം, അവരെ ഹാപ്പി ആക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് പോയിന്റ്, ഡിറ്റർമൈൻ ദ നീഡ്സ് ഓഫ് ദീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേറ്റഡ് ടു ദീസ് ഗോൾസ് ആൻഡ് പ്രയോറിറ്റൈസ് ദോസ് ഫോർ ആക്ഷൻസ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആവശ്യം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് പ്രോഫിറ്റ് ബെസ്റ്റ് രീതിയിൽ കമ്പനി റൺ ചെയ്യണം, കമ്പനിക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാവണം, മാർക്കറ്റിൽ കമ്പനിയുടെ ഇമേജും പ്രോഡക്റ്റിൻ്റെ ഇമേജും മറ്റ് കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കണം തുടങ്ങിയ അവരുടേതായ ആ ഒരു വിഷൻ, അവരെന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾ, അപ്പം അത് വ്യക്തമായി ക്വാളിറ്റി പ്ലാനിങ്ങിൽ ഉണ്ടാവണം. മാത്രമല്ല അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അത് ക്വാളിറ്റി പ്ലാനിങ്ങിലൂടെയാണ് കിട്ടുന്നത്. ദെൻ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതാണ് പതുക്കെ നമ്മൾ നമ്മുടെ എന്താണോ ആ ഒരു ഗോൾ അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് വേ ഇതെല്ലാം ക്വാളിറ്റി പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങൾ, ക്വാളിറ്റി പ്ലാനിങ്ങിൻ്റെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് അതെല്ലാമാണ് പറയുന്നത്. ഡെവലപ്പ് പ്രോഡക്ട്സ് ഓർ സർവീസസ് വിത്ത് ഫീച്ചേഴ്സ് ദാറ്റ് റെസ്പോണ്ട് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് നീഡ്സ്. ഡെവലപ്പ് പ്രോസസ് ഏബിൾ ടു പ്രൊഡ്യൂസ്, പ്രൊമോട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്. എസ്റ്റാബ്ലിഷ് പ്രോസസ് കൺട്രോൾസ് ആൻഡ് ട്രാൻസ്ഫർ ദ പ്ലാൻസ് ടു ഓപ്പറേറ്റിംഗ് ഫോഴ്സസ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുന്നു. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർവീസ് ആയിക്കോട്ടെ,
പ്രോഡക്റ്റ് ആയിക്കോട്ടെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ പുറത്തിറങ്ങുക അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുക. അത്തരമൊരു കേസിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത കേസിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ അതിൻ്റെ ആ പ്രോഡക്റ്റ് ഡെലിവർ ആകുന്നതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഡിസൈൻ ഫേസ് തൊട്ട് ഫൈനലി കസ്റ്റമർക്ക് എത്തുന്നവരെയുള്ള കാര്യങ്ങളും അതിൻ്റെ സർവീസും ബെസ്റ്റ് രീതിയിലായിരിക്കണം. അപ്പോൾ ആ ലെവലിൽ വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം, എന്തൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എന്നുള്ളത്. ഇനി ക്വാളിറ്റി പ്ലാനിങ്ങിൻ്റെ ഒരു ഡെഫിനേഷനാണ്: ഡെവലപ്പിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് ന്യൂ പ്രോഡക്റ്റ് demands the cooperation of all functions in the quality loop. This will require planning and follow-up, covering the whole process from idea to final use. The planning and follow-up activity can be called quality planning. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉള്ള പ്രോഡക്റ്റിന് പരിഷ്കാരം വരുത്തുന്നതായിക്കോട്ടെ, പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കുന്നതായിക്കോട്ടെ, എന്തായാലും മാർക്കറ്റിലേക്ക് നമ്മൾ പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് അത് ബെസ്റ്റ് ക്വാളിറ്റിയിലാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസുകളും, ആ ആക്ടിവിറ്റീസ് റൺ ചെയ്യണമെങ്കിൽ അത് പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്യുന്ന സെക്ഷനാണ് ക്വാളിറ്റി പ്ലാനിങ്. ഇനി സ്റ്റെപ്സ് ഇൻ ക്വാളിറ്റി പ്ലാനിങ്: ഡിവൈഡിങ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ടു ഫേസസ്. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഡിസൈൻ ഫേസ് ആയിക്കോട്ടെ, പിന്നെ അവിടുന്ന് അത് പ്രൊഡക്ഷൻ ഫേസ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, കസ്റ്റമറിൽ എത്തുന്നതായിക്കോട്ടെ, എഗെയിൻ അതിൻ്റെ സർവീസ് ആയിക്കോട്ടെ, തുടങ്ങി ആ പ്രോഡക്റ്റ് സഞ്ചരിക്കുന്ന ഒരു ലൈഫ് സൈക്കിളുണ്ട്. അപ്പോൾ ഓരോ ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഫേസസ് എന്ന് പറയുന്നു. ആ ഫേസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫേസ് പറയുകയാണെങ്കിൽ ഡിസൈൻ ഫേസ്. ഡിസൈൻ ഫേസ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നു, അതിന് രൂപകൽപ്പന കൊടുക്കുന്നു, എങ്ങനെയായിരിക്കണം എന്ന് കൊടുക്കുന്നു. അത്തരത്തിലൊരു ഫേസാണ് ഡിസൈൻ ഫേസ്. അങ്ങനെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, പിന്നെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെ ആ പ്രോഡക്റ്റ് എന്താണെന്ന് തുടങ്ങുക, ആ പ്രോഡക്റ്റിൻ്റെ ഒരു എന്ത് പ്രോഡക്റ്റ് എന്ന് തുടങ്ങി അത് കസ്റ്റമറിൽ എത്തുന്നവരെയും അതിൻ്റെ ലൈഫ് സൈക്കിളാണ്. ഇനി ഡിഫൈനിങ് ദ ടാസ്ക് ടു ബി ഡൺ ഇൻ ഈച്ച് ഫേസ്. ഓരോ ഫേസിലും എന്തൊക്കെ ടാസ്കുകൾ, നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ട കാര്യം എന്തായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്, ആരെയാണ് നമ്മൾ കസ്റ്റമറായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ എക്സ്റ്റേണൽ കസ്റ്റമർ ആരൊക്കെയാണ് എന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ഒരു ഫേസ്. അതാണ് ഫസ്റ്റ് ഫേസ്. ആ പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ് പ്രോഡക്റ്റ്, ആർക്ക് വേണ്ടിയാണ് പ്രോഡക്റ്റ്. ദെൻ അതിന് ശേഷം നമ്മളത് ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, അതിനൊരു ഷേപ്പോ അല്ലെങ്കിൽ അതിന് പർട്ടിക്കുലർ എന്താണോ ആ ഒബ്ജക്റ്റ് ആയി വരേണ്ടത് അതിനൊരു ഡിസൈൻ കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഡിസൈൻ തൊട്ട് ഓരോ ഫേസ് എടുക്കുക, പിന്നെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ഇൻസ്പെക്ഷൻ ആയിക്കോട്ടെ, ഇതിനെല്ലാം നമ്മൾ ഓരോ ടാസ്കുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഇതോട്ട് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ആ ഡിസൈനിങ് സെക്ഷൻ ആൾക്കാർ ഡ്രോയിങ്ങിലൂടെയോ അല്ലെങ്കിൽ ചെറിയ മോഡൽ ക്രിയേറ്റ് ചെയ്തോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുകയോ, അത്തരത്തിൽ അവർക്ക് ഒരുപാട് ടാസ്കുകളുണ്ട്. എന്തിനാണ് ആ ടാസ്കുകളെല്ലാം? കാരണം ഫൈനൽ പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആകണം, ഡിസൈനിൽ ബെസ്റ്റ് ആകണം, ക്വാളിറ്റിയിൽ ബെസ്റ്റ് ആകണം, അതുപോലെ തന്നെ ഫീച്ചേഴ്സിലും ബെസ്റ്റ് ആകണം. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഓരോ ഫേസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫേസ് എന്ന് പറയുന്ന ഡിസൈൻ ഫേസിൽ തന്നെ ഒരുപാട് ടാസ്കുകളുണ്ട്, ഉത്തരവാദിത്വമുണ്ട് ഏറ്റെടുക്കേണ്ട, കംപ്ലീറ്റ് ആക്കേണ്ട ഉത്തരവാദിത്തം. അപ്പോൾ ആ കംപ്ലീറ്റ് ആക്കേണ്ട ഉത്തരവാദിത്തം എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്, അതെങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ടാസ്കുകളുണ്ട് എന്നുള്ളത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യണം. കാരണം ആ ഓരോ ടാസ്കിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. ഇനി ഡിറ്റർമൈനിങ് ദ റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഈച്ച് ടാസ്ക്. ഓരോ ടാസ്കിലുമുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യണം. വർക്കിംഗ് ഔട്ട് എ ടൈം പ്ലാൻ ഫോർ ക്യാരിങ് ഔട്ട് ദ ടാസ്ക്. ഇനി ഓരോ ടാസ്കുകളും എപ്പോൾ കംപ്ലീറ്റ് ആക്കണം, എങ്ങനെ കംപ്ലീറ്റ് ആക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാനിങ് ഉണ്ട്. ഇതെല്ലാം ക്വാളിറ്റി പ്ലാനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. Then following up to ensure that the work is done in such a way that desired goals are reached. Again, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കറക്റ്റാണോ, അല്ലെങ്കിൽ ചെയ്ത ടൈമിനുള്ളിൽ വർക്ക് തീരുന്നുണ്ടോ, അല്ലെങ്കിൽ ഓരോ ഫേസ്, ആ ഫേസിലെ വ്യക്തികൾക്കുള്ള ടാസ്ക്, അവർ ആ ടാസ്കുകൾ ചെയ്യുന്നതിലുള്ള അവരുടെ പെർഫോമൻസ് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം അവർ പെർഫോമൻസ് നല്ല രീതിയിലല്ല എങ്കിൽ അത് ക്വാളിറ്റിയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ
നമ്മൾ ഓരോ കാര്യങ്ങളും ഒരു ഫേസിൽ സംഭവിക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാക്കുന്നതാണ് ക്വാളിറ്റി പ്ലാനിങ്. നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ഫേസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫേസിൽ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണോ, എന്തൊക്കെ ടാസ്കുകൾ വേണോ, ആ ടാസ്കുകളൊക്കെ എങ്ങനെ ചെയ്യണം, ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് എത്രത്തോളം ബെസ്റ്റായിട്ട് ചെയ്യണം, അതിന് വേണ്ട പ്ലാനിങ്, അതിന് വേണ്ട കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്യണം, എപ്പോൾ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ, അത് ക്വാളിറ്റി പ്ലാനിങ്ങിൽ വരുന്നു. ഇനി നമ്മൾ ഫേസസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ്. ഓക്കെ, ഒരു പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫേസുകളുണ്ട് അതിന്, അല്ലെങ്കിൽ ഏതൊക്കെ ഫേസിൽ കൂടിയാണ് ആ പ്രോഡക്റ്റ് കടന്നു പോവുക. എ ഫേസ് ഈസ് നോർമലി കൺക്ലൂഡഡ് വിത്ത് എ ഡിസിഷൻ പോയിന്റ്. This will include decisions on whether the project will proceed as planned or whether changes in plans should be made. നമ്മൾ പറഞ്ഞൊരു ഫേസ് ആയ ഡിസൈൻ ഫേസ്. നമ്മൾ ഡിസൈൻ ഫേസിൽ പ്രോഡക്റ്റിന് ഒരു ഡിസൈൻ, ഒരു രൂപകൽപ്പന കൊടുക്കുന്നു. അതിനുശേഷം എഗെയിൻ അതിന് മിസ്റ്റേക്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമ്മൾ സ്റ്റഡി ചെയ്ത് പുതിയ പുതിയ ഡിസൈനുകൾ ഇറക്കുന്നു. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള ഡിസൈനുകൾ ഇറക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫേസിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഉണ്ടാകും, ആ ടാസ്ക് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു ഫേസായ പ്രൊഡക്ഷൻ ഫേസിലേക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫേസിലേക്ക് വരുമ്പോഴോ, അതല്ല എങ്കിൽ ഫൈനലായിട്ട് കസ്റ്റമറിലേക്ക് എത്തുന്ന കേസിലോ ഒക്കെ ആ പ്രോഡക്റ്റ് സഞ്ചരിക്കുന്ന വഴികൾ അതെല്ലാം ചേരുന്നതാണ് ഫേസ്. അപ്പോൾ ഓരോ ഫേസിലും കുറേയേറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. കാരണം ആ ഓരോ ഫേസിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ലെവലിൽ ചെയ്യുമ്പോഴാണ് ആ ഓരോ ഫേസിലും പ്രോഡക്റ്റിൻ്റെ കംപ്ലീറ്റ്, ആ പ്രോഡക്റ്റിന് വേണ്ട ആ ഒരു 100% പെർഫെക്റ്റ്നെസ് അത് കിട്ടുകയുള്ളൂ. ഇനി മാത്രമല്ല, ആ ഒരു പർട്ടിക്കുലർ ഫേസിൽ പ്രോഡക്റ്റിന് ആ ഒരു 100% പെർഫെക്റ്റ്നെസ് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്ന ആ ഒരു ലെവലിലേക്ക് ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എഗെയിൻ നമ്മൾ എററുകൾ പരിഹരിക്കുന്നു, എന്നിട്ട് വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫേസസ് നോക്കാം. ഡെഫിനേഷൻ ഫേസ്, പ്രീലിമിനറി ഡിസൈൻ ഫേസ്, ഫൈനൽ ഡിസൈൻ ഫേസ്, പൈലറ്റ് പ്രൊഡക്ഷൻ ഫേസ്, ദെൻ യൂസ് ഫേസ്. ഇത്രയും ഫേസുകളുണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം ഡെഫിനേഷൻ ഫേസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഗ്യാതറിംഗ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് സജഷൻസ് ഫോർ ന്യൂ പ്രോഡക്ട്സ്. അപ്പം നമുക്ക് ആദ്യം ഡെഫിനേഷൻ ഫേസിനെ ഡിഫൈൻ ചെയ്യണം. എന്താണ് നമ്മുടെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ. നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ എന്തായിരിക്കണം പ്രോഡക്റ്റ്, എന്തിനു വേണ്ടിയായിരിക്കണം പ്രോഡക്റ്റ് തുടങ്ങിയ ആ പ്രോഡക്റ്റിന് ഒരു ഡെഫിനേഷൻ കൽപ്പിക്കലാണ് ഡെഫിനേഷൻ ഫേസ്. നെക്സ്റ്റ്, പ്രീലിമിനറി ഡിസൈൻ ഫേസ്. പ്രീലിമിനറി ഡിസൈൻ ഫേസ് എന്ന് പറയുമ്പോൾ ഡ്രോയിങ്സ് ആൻഡ് ഡിസൈൻ വർക്ക് ബിഗിൻ ആസ് പ്രോട്ടോടൈപ്പ് ആർ മെയ്ഡ് ആൻഡ് ടെസ്റ്റഡ്. അതായത് പ്രീലിമിനറി ഡിസൈൻ ഫേസിൽ നമ്മൾ ആദ്യം അതിൻ്റെ രൂപകൽപ്പന, അതിനൊരു ഷേപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ ഉണ്ടാകണം സ്ട്രക്ചർ എന്ന് തീരുമാനിക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നു, അനാലിസിസ് നടത്തുന്നു. മേ ബി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഫോഴ്സ് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ബ്രേക്കേജ്, ഫെയിലർ ഉണ്ടാകാൻ സാധ്യത, അത്തരത്തിൽ ആ ഡിസൈനെ പഠിക്കുന്നു. ഇനി അതല്ല, ആ ഡിസൈൻ്റെ ഷേപ്പ് പോരായ്മകളുണ്ടെങ്കിൽ അതും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, ഷേപ്പ് ഏത് രീതിയിൽ വേണം എന്നതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നു. അതിനുശേഷം മോഡൽസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മോഡൽസുകൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം കാറുകളാണെങ്കിൽ കാറുകൾ, വിൻഡിലാണെങ്കിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഹൈ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡിസൈനിലൂടെ ആ പ്രോഡക്റ്റിൻ്റെ ഷേപ്പ്, സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ഇനി ഫൈനൽ ഡിസൈൻ ഫേസ്. The design work is continued and extended. Test of different types are carried out. Example, type testing, reliability testing, drawing and other specifications are introduced. ഇനി ഫൈനൽ ഡിസൈൻ ഫേസിൽ നമ്മൾ ഈ ആദ്യത്തെ പ്രീലിമിനറി ഡിസൈൻ ഫേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഏറ്റവും അവസാനം ഡിസൈൻ ഫൈനലൈസ്ഡ് ആക്കി. പ്രോഡക്റ്റ് ഈ ഒരു രീതിയിൽ വരണം, ഇങ്ങനെയായിരിക്കും അത് വരുന്നത്, ആ പ്രോഡക്റ്റ് വന്നാൽ അതിൻ്റെ ഔട്ട്പുട്ടുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ. നമ്മൾ ആ ഡിസൈൻ കൊണ്ടായിരിക്കും ഇനി ബാക്കി നമ്മൾ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും ചെയ്യുക. ഓരോ കമ്പോണൻറ്റും എങ്ങനെ വേണം, ഓരോ കമ്പോണൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോഡക്റ്റ് എങ്ങനെ വരണം എന്നതിന് ഒരു സ്റ്റഡി റിപ്പോർട്ടായിരിക്കും ഫൈനൽ ഡിസൈൻ ഫേസ്.
ഇനി പൈലറ്റ് പ്രൊഡക്ഷൻ ഫേസ്. ഇവിടെ നമ്മൾ തീരുമാനിക്കുക, മാനുഫാക്ചറിങ് മെത്തേഡ്സ് ആർ സെലക്ടഡ്, ടൂൾസ് ആർ ഡിസൈൻഡ് ആൻഡ് പർച്ചേസ്ഡ്, സപ്ലയേഴ്സ് ചോസൺ ആൻഡ് ദി ഇൻസ്പെക്ഷൻ വർക്ക് ഈസ് പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ്. അതായത് പൈലറ്റ് പ്രൊഡക്ഷൻ ഫേസിൽ നമുക്ക് ഡിസൈനൊക്കെ കഴിഞ്ഞു, ഇനി പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെയെങ്കിൽ അതിന് റോ മെറ്റീരിയൽസ് വേണം, മാനുഫാക്ചറിങ് മെത്തേഡ് പ്രോസസ്സ് ഏതൊക്കെ വേണം തുടങ്ങി, സപ്ലയേഴ്സ് എവിടുന്ന് റോ മെറ്റീരിയൽ വേണം തുടങ്ങി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം, ടൂളുകൾ ഏതൊക്കെ വേണം, പിന്നെ ആ പ്രോഡക്റ്റ് ഒരു ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആകാൻ എന്തൊക്കെ റിക്വയർമെൻറ്റ്സുകൾ ആവശ്യമാണോ അതൊക്കെ ഈ പൈലറ്റ് പ്രൊഡക്ഷൻ ഫേസിൽ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഒരു ട്രയൽ റൺ നടത്തി നോക്കുകയും ചെയ്യണം. പ്രോഡക്റ്റ് എങ്ങനെ ആവുന്നു, വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യണം. കാരണം ഡിസൈൻ ചെയ്ത ശേഷം റോ മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുമോ, ആ കിട്ടുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് റൺ ചെയ്ത് നോക്കുകയും ചെയ്യണം. അപ്പം അത്തരത്തിൽ ആ പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് മാറാൻ, ഡിസൈനിൽ നിന്ന് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് മാറാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയോ, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെ വേണം എന്നുള്ള, അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്തൊക്കെ വേണം, ടൂൾസ് എന്തൊക്കെ വേണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ഫേസാണ് പൈലറ്റ് പ്രൊഡക്ഷൻ ഫേസ്. നെക്സ്റ്റ് ആണ് പ്രൊഡക്ഷൻ ഫേസ്. പ്രൊഡക്ഷൻ ഫേസിൽ കമൻസസ് വെൻ ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ ബിഗിൻസ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫേസിൽ എല്ലാം സെറ്റായി, എക്യുപ്മെൻറ്റ്സും മെഷീൻസും സെറ്റായി, ട്രയൽ റൺ നടത്തി, എല്ലാം കുഴപ്പമില്ല, ആയി എങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ റൺ ചെയ്യുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് നമുക്ക് വരുന്നു. ഇനി ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി സച്ച് ആസ് ദ ഫോം ഓഫ് ഡിഫക്ട്സ് ഈസ് കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. ദിസ് ക്യാൻ ലീഡ് ടു ചേഞ്ച് ഇൻ ഡിസൈൻ ആൻഡ് മാനുഫാക്ചർ ഓർ ഇൻസ്പെക്ഷൻ. ഇനി ബൾക്കായിട്ട് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫക്റ്റിൻ്റെ റേറ്റ് വളരെ കൂടുതലാണെങ്കിൽ അതിന് കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നു. ഇങ്ങനെ ഡിഫക്റ്റിന് കാരണം ഡിസൈനിലുള്ള എന്തെങ്കിലും പ്രശ്നമാണ് എങ്കിൽ ഡിസൈൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി അതല്ല, മാനുഫാക്ചറിങ്ങിലെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് കണ്ടെത്തുന്നു, അത് പരിഹരിക്കുന്നു. ഇനി യൂസ് ഫേസ്. അടുത്ത ഫേസാണ് പ്രോഡക്റ്റ് ഇറങ്ങി അതിനുശേഷം അത് കസ്റ്റമറിലേക്ക് എത്തുന്നു. സ്റ്റാർട്ട്സ് വെൻ ദ പ്രോഡക്റ്റ് റീച്ചസ് ദ കസ്റ്റമർ. ഇറ്റ് ഈസ് ദെൻ പോസിബിൾ ടു സീ ഓൾ ദ റിസൾട്ട് ഓഫ് ദ വർക്ക് ഓൺ ക്വാളിറ്റി. ഇൻഫർമേഷൻ ഫ്രം ദ മാർക്കറ്റ്സ് ഇൻ ദ ഫോം ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ക്ലെയിംസ് ക്യാൻ ലീഡ് ടു ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ്. ഇപ്പോൾ യൂസ് ഫേസിൽ അത് കസ്റ്റമർ യൂസ് ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കസ്റ്റമർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആകുന്നു. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആകുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് മാർക്കറ്റിലുണ്ടാകും. കാരണം നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരുപാട് പേര് അത് വാങ്ങിക്കും, നല്ല നല്ല ഫീഡ്ബാക്കുകൾ കിട്ടും. അതിൻ്റെ ബേസിൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്താം. അതോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റ് ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എവിടെയെങ്കിലൊക്കെ ഫെയിലിയർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഫെയിലിയർ ആവുന്ന റേറ്റ് എങ്ങനെ തുടങ്ങി ആ പ്രോഡക്ട്സിനുണ്ടാകുന്ന ഡ്രോബാക്കുകളെല്ലാം, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പോസിറ്റീവ്സുകളും നെഗറ്റീവ്സുകളും എല്ലാം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ SWOT അനാലിസിസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.